അമ്മയും മകനും യാത്ര പറയാതെ ഇപ്പോൾ പൂഞ്ഞാറ് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വലിയൊരു ദുരന്തം. ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരു വലിയ മഹാദുരന്തം. അതാണ് 2 ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളവും ഉരുൾപൊട്ടലുമായി ബഹളമായി നിൽക്കുന്ന കേരളത്തിൽ ഒട്ടനവധി പ്രദേശങ്ങളിൽ നിന്ന് പല മരണ വാർത്തകൾ എത്തുമ്പോഴും അമ്മയുടെയും മകൻ്റെയും വാർത്ത ഇപ്പോൾ ആ കുടുംബത്തെ ആകെ തളർത്തുകയാണ്. അച്ഛനും മക്കളും യാത്ര പറയാനാകാതെ വിതുമ്പി നിൽക്കുന്നൊരു കാഴ്ച കൂടി കണ്ടപ്പോൾ ആർക്കും അത് സഹിക്കാനായില്ല. ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ട പയ്യാനിത്തോട്ടം മണപ്പാട് വീട്ടിൽ റജീന ജോണി, മകൻ ജോസഫൈൻ എന്നിവരുടെ സംസ്കാരം ഇന്നലെ പയ്യാനിത്തോട്ടം സെയിൻറ്റ് അൽഫോൻസ പള്ളിയിൽ നടന്നു. റജീന ജോണിക്ക് 49 വയസ്സും മകൻ ജോസഫൈന് 27 വയസ്സുമായിരുന്നു. ഒട്ടും സഹിക്കാനാകാത്ത വേദന, അതാണ് ആ കുടുംബത്തിനും അവിടെയുള്ള നാട്ടുകാർക്കും ഇപ്പോൾ പറയാനുള്ളത്. സെയിൻറ്റ് അൽഫോൻസ പള്ളിയിൽ നടന്നതും ആ ഒരു വലിയ വിഷമത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു. റജീന ജോലി നോക്കിയിരുന്ന പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂൾ അങ്കണത്തിലേക്ക് അമ്മയുടെയും മകൻ്റെയും മൃതദേഹങ്ങൾ ഇന്നലെ രാവിലെ 11:30 പൊതുദർശനത്തിനായി എത്തിച്ചു. കനത്ത മഴ അവഗണിച്ച് നാടൊന്നായി ഒഴുകിയെത്തി. സ്കൂളിന് 1 കിലോമീറ്റർ അകലെയുള്ള ഇവരുടെ മണപ്പാട് വീട് ഒരു മൺകൂന മാത്രമായി മാറിയതോടെയാണ് പൊതുദർശനം സ്കൂൾ അങ്കണത്തിലേക്കാക്കിയത്. റജീനയുടെ മറ്റു മക്കളായ ജോമിറ്റും സൗമിറ്റും കരഞ്ഞു തളർന്ന മൃതദേഹങ്ങൾക്കരികിലിരുന്നു. ആശ്വാസവാക്കുകൾ കണ്ടെത്താൻ സാധിക്കാതെ MJ ജോണിയും നിന്നു. സ്കൂളിന് തൊട്ടടുത്തുള്ള സെയിൻറ്റ് അൽഫോൻസ പള്ളിയുടെ കല്ലറയിലായിരുന്നു സംസ്കാരം. ശുശ്രൂഷകൾക്ക് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൻ ജോസഫ് തടത്തിൽ, ഇടവക വികാരി ഫാദർ അലക്സാണ്ടർ പൈക്കട തുടങ്ങിയവർ സഹകാർമ്മികരായി മാറി. മന്ത്രി മോൻസ് ജോസഫ് സർക്കാരിന് വേണ്ടി പുഷ്പ അർപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി പാലാ RTO ഷാഹിന രാമകൃഷ്ണൻ മീനച്ചിൽ, തഹസിൽദാർ സജിമോൻ മാത്യു അന്ത്യോപചാരം അർപ്പിച്ചു. ആന്റോ ആന്റണി MP, MJ സെബാസ്റ്റ്യൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, റബ്ബർ ബോർഡ് ചെയർമാൻ N ഹരി, പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനർവ മോഹൻ, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പുത്തൻ കൈപ്പുഴ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. കാലൊക്കെ ശരി, നാളെ തൊട്ട് ഉണ്ണിക്കുട്ടൻ ജോലിക്ക് വരേണ്ടിരിക്കുകയായിരുന്നു. ജോസഫൈൻ്റെ അമ്മ റജീനയുടെ മൃതദേഹം ഹോളി സ്പിരിറ്റ് സ്കൂളിൽ പൊതുദർശനത്തിന് കിടത്തിയപ്പോൾ അനുശോചന പ്രസംഗത്തിൽ ചൂണ്ടച്ചേരി സെയിൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെസ് മാനേജർ ഫാദർ ജോൺ മറ്റമുണ്ടയിൽ ഇത് പറഞ്ഞു. കോളേജിലെ മെസ് ജീവനക്കാരനായിരുന്നു ജോസഫൈൻ. ഹോസ്റ്റലിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മെയ് മാസത്തിലാണ് ഈരാറ്റുപേട്ടയിൽ ജോസഫൈൻ്റെ ബൈക്ക് കാറിടിച്ചത്. ആ അപകടത്തെ തുടർന്ന് ആ കുടുംബം വളരെയധികം വിഷമത്തിലിരിക്കുമ്പോഴായിരുന്നു ഈ വലിയൊരു പ്രകൃതി ദുരന്തം കൂടി അവരുടെ കുടുംബത്തിനെ ബാധിച്ചത്.